ഇത് നടക്കാൻ തോന്നില്ലടാ പ്രശാന്ത. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിട്ട് ദൈവം ഓരോ ഭയ കാണിക്കുമ്പോ വീട് പറയില്ല പോകൂല. വീട്ടിൽ നല്ലോണം പണിയുണ്ടാവുമ്പോ അമ്മ സമ്മതിക്കൂലടാ. അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം. നീ വണ്ടി വിട്ടെ. വിട് വിട്. ഉറപ്പന്നെയാ. ആ വിട് വിട്. അമ്മേ ഇതാവും വരുന്നുണ്ട്. ഏടറ നീളം തട്ടാ പോയി പയ്യനെ കറക്കണം അറിയില്ല എനിക്ക്. ഷാജഹാനെ കാണാൻ പോയതമ്മേ. വേഗം കറക്കണ പോയിനാ വരലുമ്പോ കുഴിന കായ്പോയുണ്ട്. ഇതിലും ഒരു ജന്തുവിന്റെ സഹായം ആവശ്യമില്ല എനിക്ക്. അമ്മേ ഭാവി തിരക്കഥാകൃത്തിനെയാണ് നീ എങ്ങനെ പറയുന്നേ? ഇവനിങ്ങനെ പണിയെടുപ്പിച്ചാൽ എങ്ങനെ ശരിയാ? നമ്മ ഷാജിക്കല്ലേ ഇവന്റെ കഥയെ നടത്ത സിനിമയാക്കാൻ പോകുന്നു. നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? എണേ പയ്യനെ പൊട്ടുന്ന പോലത്തെ അത്ര എളുപ്പമുള്ള പണിയല്ല മനസ്സിലായ അമ്മേ. ഇവന്റെ തിരക്കഥയായിട്ട് സിനിമ ആയാലുണ്ടല്ലോ നമ്മളെ ജീവിതേ രക്ഷപ്പെട്ടു. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. പയ്യനെ കറക്കുന്നവനും തോലുരിന്നവനും ഇപ്പം സിനിമയിൽ എടുത്തോടിക്കാ. എല്ലാവർക്കും എന്തെങ്കിലും കഴിവുണ്ടാവില്ലമ്മേ. എന്നാ പിന്നെ ഓനെ എഴുതാൻ വിട്ടൂടെ? പിന്നെ നീ നോക്കൂടാ പയ്യനാ. ഈ മിണ്ടാ പ്രാണി ഇല്ലോണ്ട് ഈടാ തിന്നിട്ട് പോന്ന്. അന്നേരം എന്റെ തിരക്കഥ. അമ്മേ നിക്കറോ. ഒരാഴ്ചത്തെ കാര്യമില്ലല്ലോ. ഓനെ എഴുതിക്കോട്ട്. ഞങ്ങളൊക്കെ എടുത്ത പണി. അടുത്തോട്ട് ചേർന്ന് നമ്മളെ ഓക്കെ. അങ്ങല്ല തല കുറച്ച് അപ്പ് ചെയ്തേ. ഓക്കെ. ഇവിടുന്ന് എ സി ഇല്ലേ? ഫാനുണ്ട് ഇടട്ടാ. സുശീലേട്ടൻ തോന്നല്ലേ ഏട്ടനെടുത്ത ക്ലൈമറ്റ് പിടിക്കാത്തോണ്ടാ. മംഗലം കഴിഞ്ഞ 2 ആഴ്ചയായില്ലേ? ഞങ്ങൾ പോണേറ്റ് മുമ്പ് ആൽബം കിട്ടും സുമേഷ് ചേട്ടാ. സുമേഷ് ചേട്ടനല്ല സുശീലൻ. എന്തേലാട്ടെ ആൽബം വേഗം തരാപ്പാ. ചെക്കനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിരക്ക് കാരണം വിട്ടുപോയതാ. ഇവിടെ കസ്റ്റമേഴ്സ് വരുമ്പോ നീ ആർക്ക് ഗുളിക പണിക്കാൻ പോയി? അച്ഛൻ ഞാനത് മിണ്ടല്ലടാ നീ. എത്ര ദിവസമായിട്ടാ ഞാൻ നിനക്കൊരു പണി തന്നിട്ട്? കണ്ടോന്റെ പൈനി മേച്ച് നടക്കുമ്പോ നിനക്കവിടെ അതിനല്ലേ നേരം? ബോളൻ കണ്ടായിട്ട് പണി ചെയ്ത് കൊടുക്കാനല്ല നിന്നെ ഞാൻ തീറ്റി പോറ്റുന്നു. അച്ഛൻ്റെ ചെങ്ങായിയാന്ന്. ഞാൻ നിന്റെ തന്തയാന്ന്. എന്നിട്ട് നിന്നെ കൊണ്ട് 5 പൈസന്റെ ഗുണമുണ്ടാ എനക്ക്? ഇങ്ങോട്ടോക്കടാ, ഇങ്ങോട്ടോക്ക്. ഓൺലി ലാസ്റ്റ് വാണിങ്. ഫോട്ടോ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് നീ വീട്ടിൽ കയറിയാ മതി. മനസ്സിലായാ? പണിയൊന്നുമില്ലേ? നോക്കട്ടെ. നീ ഇതുവരെ അത് വിട്ടിട്ടേ? ഒരിക്കൽ ഓഫാക്കറപ്പത്. ഇതൊന്നും വിചാരിച്ചു നിൽക്കാൻ നമുക്ക് സമയമില്ലടാ. നമ്മ സിനിമക്കാരായി. എങ്ങനെങ്കും ഷാജിക്കാനെ കണ്ടിട്ടാ തിരക്കഥ ഇഷ്ടപ്പെടുത്തണം. അത് മാത്രമേ നമ്മളെ ചിന്തയിൽ ഉണ്ടായിക്കൂടൂ. അല്ലേ വിഷ്ണു? എടാ ഞാൻ ഇല്ലടാ. അച്ഛൻ എന്നെ വിടും തോന്നില്ല. അതെന്താ അങ്ങനെ? കൊറേ പണിയുണ്ട്. സിനിമക്കാരാവുന്ന നമ്മ 3 പേരും ഒക്കെയാവും. അത് നീ ആ സ്ക്രിപ്റ്റ് വർക്കറോ ഓൻ വായിക്കട്ടെ. വായിച്ചോക്കറ. വീടിന് തുടങ്ങുന്നേട്ടാ. കൂരാക്കുരി കിട്ടിയിരുന്ന കാൽവാൻ അതിലൂടെ യാത്ര ചെയ്യുന്ന പശുവിന്റെ ലോറെ. എങ്ങനെയുണ്ട്? ഈ സ്ക്രിപ്റ്റ് വളരെ മികച്ച ഒന്നാണ്. ഒരുപാട് അക്ഷരത്തെറ്റുകളുണ്ടെങ്കിലും ഇതിലൊരു ഇന്റർനാഷണൽ ടച്ച് ഉണ്ട്.
പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് സിനിമയാക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും പൊട്ടുകയാണ്. ആരും തിയേറ്ററിലേക്ക് വരുന്നില്ല. സിനിമ ഒരു ഒരാൾ പോലെയാണ്, അത് എഴുതിപ്പോവും. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം. ഈ സ്ക്രിപ്റ്റ് നമുക്ക് വേണമെങ്കിൽ OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി ആലോചിക്കാവുന്നതാണ്. OTT ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് പറയുന്ന പേരാണ് OTT. ഇന്ത്യ മുഴുവൻ ഇപ്പൊ ഡിജിറ്റലായി മാറുന്ന കഥയൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇല്ല. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ ഇടയ്ക്ക് പത്രത്തിൽ വരാറുണ്ടല്ലോ. ഞങ്ങളുടെ അടുക്ക് പത്രം വരുത്തലില്ലേക്കാ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് തിരക്കഥ ഒരു വെബ് സീരീസ് ആയിട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ലോകം മുഴുവനും നിങ്ങളുടെ വെബ് സീരീസ് കാണും. ഇത് ഫസ്റ്റ് എപ്പിസോഡ്, ഇത് രണ്ടാമത്തെ എപ്പിസോഡ്. അങ്ങനെ നമുക്ക് 2 സീസൺ വരെ ചെയ്യാൻ കഴിയും. നമുക്കിത് സിനിമ പോലെ തന്നെ ഷൂട്ട് ചെയ്യാം. എന്നിട്ട് വെബ് സീരീസിന് വേണ്ടി മുറിച്ച് ഇറക്കാം. എന്തു പറയുന്നു? ആഹാ സുയിക്കണം. ഇത്രയല്ലേ കഷ്ടപ്പെട്ട് ഞാൻ ഇത് എഴുതിയ സീരിയൽ പിടിക്കാണെന്നല്ല. ഞാൻ പോന്നു മാറങ്ങോട്ട്. സീരിയല് നിക്കടാ. ഓല ഓടാ. എന്റെ സ്ക്രിപ്റ്റ് ഉണ്ട് അങ്ങോട്ട്. ദാ, ഇതാ. ഫുള്ള് ബെൽറ്റ് എടുത്ത് നോക്കറ കൊളാക്കിട്ട്. ഓലടാ. ശ്ശേ, എന്താ അല്ലേ, വെയിലത്ത് കിടക്കണ്ട, ഞാൻ കാറ് കൊണ്ടാക്കാം. ഗോകുല, ഗോകുലന്റെ കണ്ടന്റ് കറക്റ്റ് OTTക്ക് പറ്റിയ സാധനമാണ്. ഞമ്മരോടൊന്ന് പറഞ്ഞു നോക്കട്ടെക്കാ. ഈ വഴി നിങ്ങൾക്ക് സുഖമായിട്ട് സിനിമയിൽ കയറാൻ പറ്റും മക്കളെ. ആ ഇതാകുമ്പോഴേ പ്രശാന്തിന് നമ്മുടെ ബെഞ്ചമിൻ തോമസ് IPS ആവാൻ പറ്റും. ഹീറോ വേഷോ? എനക്കോ? എടാ, നിന്നിൽ ഞാനൊരു അസല് നടനെ കാണുന്നുണ്ട്. വിഷ്ണുവിന് വേണമെങ്കിൽ എന്റെ ക്യാമറമാനും ആവാം. ഞങ്ങളെ കൊണ്ട് പറ്റുമോക്കാ? നിങ്ങളൊക്കെ നാളത്തെ സിനിമക്കാരനടാ. സ്ഥലത്തി അറിയിക്കോളൂ. അപ്പൊ നല്ലവണ്ണം ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. റൈറ്റ്.